നീ ഓടിച്ചു. ഇന്ന് വേണ്ട ഗിരിയേട്ടാ, എനിക്ക് തീരെ വയ്യ. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബിജുക്കുട്ടാ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നോ? അങ്ങനെയൊന്നുമില്ല ഗിരി. ബിജുക്കുട്ടാ, ഫ്രാൻസിസ് സാർ ആ മയക്കുമരുന്ന് കേസിന്റെ കാര്യം പറഞ്ഞ് വീണ്ടും മഞ്ജുവിനെ കുറെ കുറ്റപ്പെടുത്തി. മാധവൻ സാറിന്റെ പേര് വരെ അതിലേക്ക് വലിച്ചഴച്ചു. മഞ്ജു കുറെ കരഞ്ഞു ഗിരിയേട്ടാ. ഗിരി, പ്രശ്നം ഉണ്ടാക്കരുത്. അയാളൊരു പോലീസുകാരനാ. എന്ത് വിഷയമാണെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം. ഗിരിയേട്ടാ, വാ നമുക്ക് പോവാം. ഒരു മിനിറ്റ്. ഞാൻ അയാളെ തല്ലുവെന്നല്ലേ നിങ്ങളുടെ പേടി? ഞാൻ തല്ലില്ല, അതെന്റെ വാക്കാ. പോരെ? എനിക്ക് ഇയാളുടെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇതുവരെ തന്റെ പേടി മാറിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, അടിക്കാനുള്ള പരിപാടിയൊന്നുമില്ല, ഓൺലി സംസാരം. സാർ എന്തിനാ വെറുതെ എന്റെ ഭാര്യയെ ബുദ്ധിമുട്ടിക്കുന്നത്? സാറ് നിസ്വാർത്ഥ സേവനത്തിന് മെഡൽ കിട്ടിയ പോലീസുകാരനായിരുന്നെങ്കിൽ മനസ്സിലാക്കായിരുന്നു. ഇത് ഞങ്ങളുടെ ബാറിൽ കൈക്കൂലി വാങ്ങാൻ ആദ്യം എത്തുന്ന ആളാ. ലാബിൽ അയച്ച മയക്കുമരുന്ന് മാറ്റിയതൊരു പോലീസുകാരനാണെങ്കിൽ അതെന്തായാലും എന്റെ ഭാര്യ അല്ല. നീ അങ്ങനെയല്ലേ പറയൂ. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞൊന്നല്ല, എനിക്കത് തെളിയിക്കാൻ പറ്റും. കാരണം മയക്കുമരുന്ന് മാറ്റിയത് മറ്റൊരു പോലീസുകാരനാ. അതാരാ? ഈ ഫ്രാൻസിസ് സാറ്. അനാവശ്യം പറയരുത്. അനാവശ്യവും. ലാബിലേക്ക് മയക്കുമരുന്ന് അയച്ച അന്നേ ദിവസം സാറിന്റെ അക്കൗണ്ടിലേക്ക് ഗോപിക മാഡം ക്യാഷ് അയച്ചു തന്നില്ലേ? ഇല്ല. ഓ, സോറി 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 സാറിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഇട്ടത്. ഗോപാൽജി എന്നോട് ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് കാശിടാൻ പറയുന്നുണ്ട്. എനിക്കതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പാടവാ. അത് ചെക്ക് ചെയ്താ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തെളിയും. ഇയാള് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്. മാഡം എനിക്ക് കാശ് തന്നതേ വേറൊരു ആവശ്യത്തിനാ. അതെന്താ ആവശ്യം? അതെ, എന്റെ വീട് പണിക്ക് ഞാൻ അവരോട് കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരത് തരാന്നും പറഞ്ഞു. അതിനുള്ള കാശ് അവരെനിക്ക് തന്നത്. നിന്റെ കയ്യിലുള്ള തെളിവ് വെച്ചിട്ടേ കോടതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് കോടതിയിൽ ആര് പോകുന്നു? ഇത് കേസായി കഴിഞ്ഞാ കൈക്കൂലി കൊടുത്ത ഗോപിക മേഡവും പെടില്ലേ? അത് വേണ്ട, അത് വേണ്ട. ഞാനിതൊക്കെ ഇവരൊക്കെ എന്നറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. താൻ ഏത് തരത്തിലുള്ള പോലീസുകാരനാണെന്ന് എല്ലാരും അറിയണം. അവരൊരു കാലത്തും തന്നെ ബഹുമാനത്തോടെ നോക്കരുത്. ഉറപ്പോടെ മാത്രമേ അവര് തന്നെ കാണാവൂ. എനിക്കത് മതി. മഞ്ജു, നീ വന്നേ. ഇനി മുതൽ ഇയാളെ കണ്ടാൽ നീ സല്യൂട്ടൊന്നും അടിക്കണ്ട. ആ ബഹുമാനമൊന്നും ഇയാളെ അർഹിക്കുന്നേ ഇല്ല. പോട്ടെ സാറേ. കഷ്ടം.